നെഗറ്റീവ് മാർക്കറ്റിംഗ് എങ്ങനെ കൃത്യമായി ചെയ്യാമെന്ന് മനസ്സിലാക്കിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. വെൽക്കം ടു ഡേ 92 ഓഫ് ബിൽഡ് എ ഡ്രീം ഹൗസ് ഇൻ 730 ഡേയ്സ്. നമ്മുടെ കോഴിക്കോട് യാത്ര കഴിഞ്ഞ് രാവിലെ നാട്ടിലെത്തിയതേ ഉള്ളൂ. കോഴിക്കോട് യാത്രയിൽ കുറഞ്ഞത് ഒരു 15 പേരെങ്കിലും പല സ്ഥലങ്ങളിൽ വെച്ച് എന്നോട് ചോദിച്ചു, ചേട്ടനല്ലേ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ചലഞ്ച് വീഡിയോ ചെയ്യുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ചലഞ്ച് തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം ഇതാണ്. യാത്ര കഴിഞ്ഞ് രാവിലെയാണ് തിരിച്ചെത്തിയതെങ്കിലും ഉറങ്ങാനൊന്നും നിന്നില്ല. ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. നമ്മുടെ ആക്റ്റീവ് ഇൻകം സോഴ്സ് ആയ കാർ ബിസിനസ് എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചേ പറ്റൂ. അതിനുവേണ്ടി മാർക്കറ്റിംഗ് ശക്തമാക്കണമെന്ന് കുറച്ചു ദിവസമായി വിചാരിക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത ചെറിയൊരു ഉടായ്പ കാണിക്കാമെന്ന് തീരുമാനിച്ചു. നമ്മുടെ കാർ ബിസിനസിന്റെ വീഡിയോ ഇടുന്ന പേജിൽ വലിയ റീച്ചൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനം നമ്മൾ ആൾട്ടോയുടെ വീഡിയോയിൽ 39,000 കിലോമീറ്റർ എന്നത് മനഃപൂർവ്വം തെറ്റിച്ച് 37,000 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം വണ്ടിയുടെ മീറ്റർ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് കുറച്ചുപേരെങ്കിലും അതിനെപ്പറ്റി കമന്റ് ഇടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. കമന്റുകൾ കുറച്ച് വന്നാൽ സ്വാഭാവികമായും വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. ഒരുപാട് പേർ അതിനെപ്പറ്റി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ടൈപ്പ് ചെയ്ത് എഴുതി വരെ ഇട്ടത് കണ്ട് എനിക്ക് അത്ഭുതം തോന്നി. എന്തായാലും ഇതൊരു തന്ത്രമായി കണ്ട് കുറച്ച് നെഗറ്റീവ് കമന്റുകൾ ഇടാൻ എന്റെ ഫാമിലിയിലും ഫ്രണ്ട്സിലും പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനുഷ്യന്റെ സൈക്കോളജി വെച്ചിട്ട് പോസിറ്റീവ് ആണ് കാണുന്നതെങ്കിൽ അധികം ആളുകൾ ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല. എന്നാൽ ഒരാളെ പറ്റി നെഗറ്റീവ് പറയുന്നത് കണ്ടാൽ ആ കമന്റുകൾ മുഴുവൻ വായിച്ചു നോക്കാൻ വേണ്ടി ആളുകൾ നമ്മുടെ വീഡിയോയുടെ കമന്റിൽ ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ വീഡിയോയിൽ ടൈം സ്പെൻഡ് ചെയ്താൽ വീഡിയോയുടെ എൻഗേജ്മെന്റ് കൂടുകയും റീച്ചിലേക്ക് പോവുകയും ചെയ്യും. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. തുടക്കത്തിലെ നെഗറ്റീവ് കമന്റുകൾ കണ്ട് പിന്നാലെ വന്ന ആളുകളെല്ലാം കൂടി എന്റെ വീഡിയോയ്ക്കും എനിക്കും പൊങ്കാല ഇടാൻ തുടങ്ങി. എനിക്ക് നല്ല രീതിയിൽ തെറിവിളിയും തന്തയ്ക്കുവിളിയും കിട്ടാൻ തുടങ്ങി. അപ്പോഴായിരുന്നു യഥാർത്ഥ ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. ഓരോ കമന്റുകൾ വരുന്നതിനനുസരിച്ച് വീഡിയോ റീച്ച് ആവുകയും ഈ വണ്ടി ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ എത്തുകയും ആ സമയം മുതൽ വണ്ടിക്ക് വേണ്ടി ചറപറ നമുക്ക് കോൾ വരാൻ തുടങ്ങുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. പുള്ളിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ കോളുകൾ വരാൻ തുടങ്ങി. എന്തായാലും ഞാൻ കോഴിക്കോട് നിന്ന് എത്തിയതിനു ശേഷം രണ്ടുപേരും മാറി മാറി കോളുകൾ അറ്റൻഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുവരെ വണ്ടി എടുത്തിട്ടുള്ളതിൽ വെച്ച് വളരെ വേഗത്തിലാണ് ഈ വണ്ടി സെയിലായത്. നാളെ വന്ന് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞ് ഒരു ടീം അഡ്വാൻസ് ഇട്ട് കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ വീഡിയോ ഇട്ട് 48 മണിക്കൂറിനുള്ളിൽ വണ്ടി സെയിലാവുകയും ചെയ്തു. നമ്മുടെ കാറിന്റെ പേജ് റീച്ച് ആവുകയും ചെയ്തു. ആൾട്ടോ വണ്ടി ആവശ്യമുള്ള 100 കണക്കിന് കോൺടാക്റ്റുകൾ നമുക്ക് കിട്ടുകയും ചെയ്തു. ഇനി ഏത് ആൾട്ടോ എടുത്താലും വിൽക്കാനുള്ള കോൺടാക്ട് നമ്മുടെ കയ്യിലുണ്ട്. അതോടൊപ്പം വൈകുന്നേരമായപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കി വെച്ച എത്തിയോസ് എടുക്കാൻ വേണ്ടി പോയി. നല്ല വണ്ടിയാണ്. നാളെ തന്നെ അതുകൂടി കറക്റ്റ് ചെയ്ത് വീഡിയോ ഇടണം. അങ്ങനെയാണെങ്കിൽ ആൾട്ടോയുടെ റീച്ചിനോടൊപ്പം ഇതും വളരെ വേഗത്തിൽ വിൽക്കാൻ കഴിയും. ബാക്കി നാളെ.